കുഞ്ഞ് ഓയിൻമെന്റ് കെട്ടി തന്നു. ഓയിൻമെന്റ് കെട്ടി തന്നോ? ഇവിടെ നോക്കൂ. ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് കാപ്പിയും ദോശ ഉണ്ടാക്കി തരാം. അപ്പൊ നേരമില്ല, കുട്ടീനും വൈഫിനും വേണ്ടി പോവാറായി. വയസ്സ് 84 ആ 84 അങ്ങനൊക്കെ തന്നെ ഉണ്ടാവുക. അപ്പൊ പിന്നെ വിചാരിച്ച മാതിരി പോവില്ല. എന്നാലും ഇപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും പോകണുണ്ടല്ലോ. ഓ ഇവിടെ പോയിട്ട് ഇടിച്ചതല്ലേ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് അമ്മൂന് എക്സാം ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഇല്ല, ഇന്ന് ക്ലാസ് തന്നെയാണ്. ഇന്ന് എന്താണ്, റിലാക്സേഷൻ ഉണ്ടോ അതോ മൊത്തം പണിയാണോ? ഇന്ന് പണിയൊക്കെ ഉണ്ട്. 11th എക്സാമാണ് ഇന്ന് വൈകുന്നേരം, ഇന്ന് ഉച്ചയ്ക്ക്. അപ്പം അതുങ്ങൾക്ക് റിവിഷൻ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. പിന്നെ എൻ്റെ ബിസിനസ് സ്റ്റഡീസിൻ്റെ പേപ്പർ ഉണ്ടല്ലോ, ആ സമയത്ത് റിവിഷൻ ഉണ്ടാവും. അപ്പം ഇത് സമാധാനമാണ്, സ്വസ്ഥതയുള്ള ദിവസമാണ്. അപ്പം അറിയാമേ സബ്സ്റ്റിറ്റ്യൂഷൻ ഇടും, എന്നാലും വേണ്ടില്ലല്ലോ വെറുതെ കുത്തിരുന്നാൽ മതി പോയിട്ട്. ഇപ്പം ആലോചിക്കുന്നുണ്ട് ചെറിയ ക്ലാസ്സിൽ പോയാൽ മതിയായിരുന്നു, ഇത്ര പ്രഷർ ഉണ്ടാവില്ല. ചെറിയ ക്ലാസ്സിൽ ഇതുപോലുള്ള വാലുകളെ മേയ്ക്കാനല്ലേ ഏറ്റവും ബുദ്ധിമുട്ട്. ഇതുപോലുള്ള വാലുകൾ അറ്റ്ലീസ്റ്റ് കൊമ്പ് എടുത്താലേ അടങ്ങും. പക്ഷെ അത് അങ്ങനെയല്ല, കൊമ്പ് എടുത്താൽ ഓരോന്നും പോത്തിന്റെ വലിപ്പ. അതുകൊണ്ട് ഇങ്ങനെ എങ്ങനെ വെച്ച് വന്നാൽ എൻ്റെ ഇത്ര ഉയരത്തിലുണ്ടാവും, ഇന്റെ കിട്ടി പോവും. ഇയാൾ 5'2", അവർ 6 അടി പൊക്കം ആയിട്ടല്ലേ. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന വരെ പ്രശ്നമില്ല, ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ മതി. ഇങ്ങനെ വരും, എന്താ മിസ് ഇത്ര ഞാൻ ഇങ്ങനെ നോക്കണം. ഇതുങ്ങൾ പിന്നെ മേക്കാൻ അത്ര പാടില്ല, ഇങ്ങനെ കൊണ്ട് വരട്ടിയാൽ മതി, ഒതുങ്ങി നിൽക്കും. അതുങ്ങൾ അങ്ങനെയല്ല, അതുങ്ങൾ വരട്ടിയാൽ അവർക്ക് വെറുക്കും ടീച്ചേഴ്സിനെ. അപ്പം ഞാൻ അധികം വരട്ടാൻ പോവില്ല, എന്നാലും കൺട്രോളിൽ വേണ്ടേ. അപ്പം അതിന് തക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നാലും കൺട്രോളിൽ നിൽക്കും ആൾക്കാർ. ആ മുത്തശ്ശി വീണു കിട്ടോ, മുത്തച്ഛനോട് സ്വത്തം പറയാൻ പറഞ്ഞിരിക്കുക. മുത്തശ്ശി മുദ്രയ്ക്ക് എണീറ്റപ്പോ വീണു, അടുത്തിട്ടൊരു പെട്ടീന്റെ മുകളിൽ പോയി ഇടിച്ചൂല്ലേ ബാവേ. അതിനങ്ങനെ ഫീലിംഗ് ആയിട്ടിരിക്കണു. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മുത്തച്ഛൻ കേട്ടോളും വ്ളോഗിലൂടെ. ഓക്കെ, ഓയിൻമെന്റ് കെട്ടി തന്നു. ഓയിൻമെന്റ് കെട്ടി തന്നോ? ഇവിടെ നോക്കൂ. ഇപ്പൊ വേദന കുറവുണ്ടോ? നല്ലുന്നുണ്ട്. ഇവിടെ എന്റെ കുത്തി തന്നേ. ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് കാപ്പിയും ദോശ ഉണ്ടാക്കി തരാം. അപ്പൊ നേരമില്ല, കുട്ടീനും വൈഫിനും വേണ്ടി പോവാറായി, സ്കൂളിലേക്ക് പോവാറായി. എന്താ കാട്ടുക. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഇപ്പം അമ്മേനെ വീട്ടിലിട്ടിട്ട് എനിക്ക് പുറത്തുള്ള ഒരു ജോലിക്കും പോകാനും പറ്റാത്തത്. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരാളുടെ ആവശ്യമുണ്ട് ഇവിടെ. എപ്പോൾ എന്ത് സംഭവിക്കും ഒന്നും പറയാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ വയസ്സ് 84 ആ 84 അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. അപ്പൊ പിന്നെ വിചാരിച്ച മാതിരി പോവില്ല. എന്നാലും ഇപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും പോകണുണ്ടല്ലോ. ഓ ഇവിടെ പോയിട്ട് ഇടിച്ചതല്ലേ. ഈ മലയുടെ താഴെയായിട്ട്. നിങ്ങൾ ഇത് ഈ മാസത്തിൽ വീഴുന്നപ്പോ എത്രാമത്തെ വീഴ്ചത്? രണ്ടാമത്തെയോ ഒന്നാമത്തെയോ? അന്നിപ്പോ നോക്കണ്ട. സംഗതി ആള് നിലത്താണ് കിടക്കാറ്. അവിടുന്ന് എണീറ്റിട്ട് മൂത്രം ഒഴിക്കാൻ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എണീറ്റതാ. ഇങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് വീണിരിക്കുക. ഇവിടെ ഇതിന്റെ മുകളിൽ പോയിട്ട് ഇടിച്ച് വീണു. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ പെയിന് വരാൻ തുടങ്ങിയത്. സാധാരണ പാത്രം കഴുകുന്നത് അമ്മയോ അല്ലെങ്കിൽ വൈഫോ ആണ്. വൈഫ് സ്കൂളിൽ പോയി, അമ്മ പിന്നെ വീഴുകയും ചെയ്തു. ഇപ്പൊ പാത്രം കഴുകുന്ന ഡ്യൂട്ടി എൻ്റെ തലയിലാണ്. അത്യാവശ്യമുണ്ട്, ഇതൊക്കെ കഴുകി കയറ്റണം. ഇതെല്ലാം രാവിലെ പുളി പറന്ന് ഒഴിച്ച് പോയ സാധനങ്ങളാണ്. കുക്കർ ജസ്റ്റ് 12 മിനിറ്റ് സകല ക്ലീനിങ്ങും കഴിഞ്ഞു. പാത്രം ക്ലീനിങ് മൊത്തം തീർത്തിട്ടുണ്ട്. മോട്ടർ ഓണാക്കാൻ മറന്നിട്ടുണ്ട്. അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അമ്മയാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാം മറന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഓരോന്നായിട്ട് ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ ജോലി അസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് അവരാണ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് തിരിയണ്ടല്ലോ. ആ ഫോർമാറ്റൊക്കെ തെറ്റും അമ്മയുടെ കാര്യത്തിൽ. എപ്പോൾ എത്താ നടക്കാന്നുള്ളത് പറയാൻ പറ്റൂല. മോട്ടർ ഓണാക്കിയതിൻ്റെ കൂട്ടത്തിൽ ഓണാക്കേണ്ട ഒരു മുതലാണ് RO വാട്ടർ ഫിൽറ്റർ. ഓണാക്കിയിട്ടുണ്ട്. എല്ലാം ഇപ്പം നമ്മുടെ തലയിലാണ്. കേട്ടിട്ടില്ലേ, അമ്മമാരൊന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയോ വയ്യാതാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ മക്കളുടെ സ്വർഗവും സമാധാനം എന്നൊക്കെ പറയണത്. 12:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അമ്മയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ സൈഡായിട്ട് ഉപ്പേരി സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സോ ഓംപ്ലേറ്റ് കൊടുക്കാമെന്ന് കരുതി. വെള്ളം വീഴുന്നുണ്ട്, മോട്ടർ നിർത്തട്ടെ. മോട്ടർ നിർത്തി ഇനി ഓംപ്ലേറ്റ് ഉണ്ടാക്കട്ടെ.
ഇതിൽ ഹാഫ് പോർഷൻ എനിക്കും ഹാഫ് പോർഷൻ അമ്മയ്ക്കുമാണ്. ഹാഫ് പോർഷനിൽ മുളക് പൊടിയും ഹാഫ് പോർഷനിൽ പെപ്പറുമാണ് ഇടാൻ പോകുന്നത്. 2 പേർക്കും 2 ടേസ്റ്റാണ് ഇഷ്ടം. ഇത് നിങ്ങൾക്കുള്ളത് എനിക്കുണ്ടൊരു പൊട്ട്. ഇതാ എന്തായാലും 12:30 മണിയായിട്ടുള്ളൂ. പിന്നെ ഞാനിരുന്ന് കഴിക്കാന്ന് വെച്ചു. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഇന്ന് പിന്നെ ചോറാണ്, ദോശ കഴിക്കുന്നില്ല. ചോറ് അത്യാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേസ്റ്റ് ആക്കിയാൽ ശരിയാവില്ല. ഇന്നത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ പകുതി പ്രോട്ടീന്, പകുതി കാർബോഹൈഡ്രേറ്റ്. മൂന്നേ മുക്കാലായി. വൈഫിനെ കുട്ടീനെ ഇതാ കൂട്ടിയിട്ട് വരാൻ പോവാണ്. നല്ല പൊരി വെയിലാ. ഞാനൊക്കെ കഴിക്കണ്ട. അമ്മക്ക് നാളെ കോംപാഫാവേ. അമ്മ ബാക്കി ശനി ഞായർ ലീവല്ല. പിന്നെ അമ്മക്ക് ഈ ഞായറാഴ്ച കൂടി അമ്മയ്ക്ക് പോണം. അതുകൊണ്ട് ഒരു ദിവസം കോംപാഫ് നൽകാതായിരുന്നു. മാറില്ല, വേദന ഉണ്ടാവും കുറച്ച് ദിവസം. എല്ലിലല്ല പറ്റില്ല. പിന്നെ അമ്മോ കുറച്ച് പാത്രം എടുത്തിട്ട് രാവിലെ യൂസ് ചെയ്യണേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചേ അല്ലെങ്കിൽ എടുക്കുന്നുള്ളൂ. അത് അങ്ങനെ വെച്ചോളൂ, ഞാൻ വന്ന് കഴിക്കോളാം. അല്ലാതെ മുഴുവൻ ചെയ്യേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അല്ലെങ്കിൽ ഇതിനെക്കാളും കുറച്ച് എങ്ങനെ യൂസ് ചെയ്യണേ. ഞാൻ പാത്രം എടുക്കാറില്ല. മുട്ട ഉണ്ടാക്കാനുള്ള ആ ഒരു പാത്രം, പിന്നെ ഉപ്പേരി നെയ്യ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പാത്രം, മാക്സിമം കഴുകില്ല വെക്കണേ. കഴുകണ്ട, ഞാൻ വന്നിട്ട് ചെയ്തോളാം. അല്ലാതെ പാത്രം എത്ര എടുക്കുള്ളൂ അത്ര എടുക്കുള്ളൂ എന്ന് പറയണ്ട. ആ കുട്ടി നല്ല കുളിച്ച് ചൊഞ്ചരി കുട്ടിയായി. ഇവിടെ കുറേശ്ശെ വെള്ളം ഉണ്ടല്ലോ. അച്ഛന് ക്ഷീണായില്ലേ മാമനെ കുളിപ്പിച്ചിട്ട് വെച്ചിടോ. ഇനി ഇതിലൊന്നും ഇട്ടിട്ട് കളിച്ചിട്ട് കയ്യിലും ഇതിലൊന്നും കളറാക്കി വെക്കരുത് കേട്ടോ. ഇവിടെ മൊത്തം ആക്കി കളറാണ്. ഓക്കെ ഓക്കെ അല്ലേ? ഇനി അതൊക്കെ എടുത്ത് വെക്കുക. ഇനി നാളെ കളിക്കുക. ഞാൻ 3 hours ആണ് പ്ലാൻ ചെയ്യുന്നത്. 6 to 9, 1.5 11th 1.5 hours, 12th 1.5 hours. അങ്ങനെ ആകുമ്പോഴാണ് ഒരു ഇത് പിടിക്കാൻ പറ്റുള്ളൂ. 6 to 9 ആണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ബോർഡ് വയ്ക്കുകയാണെങ്കിൽ മെട്രിക് ആൻഡ് CBSE എന്ന് വെച്ചോളൂ. നമ്മൾ പറയില്ലേ 10,000 നെല്ലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് വരുന്നു. പക്ഷെ എല്ലാത്തിലും വന്നതൊക്കെ നല്ല മാർക്കോട് കിട്ടുമെന്നാ അതാണ് പറയുന്നത്. അയാൾക്കുള്ള നെക്സ്റ്റ് ഇയറിലെ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. നല്ല മാർക്കോട് സ്കോർ ചെയ്യും നിങ്ങൾ പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെയാ പറയുന്നത്. അറിയില്ല, നോക്കട്ടെ. മാർക്ക് വന്നാലേ അറിയുള്ളൂ. പലതും പറയല്ലോ അവര്. മാർക്ക് വന്നാൽ സമ്മാനം. 2 പേരുണ്ട്, ബാക്കി പോയി. ഓ വർത്താനം പറയാണോ? വാ വാ നോക്കാം. സ്റ്റുഡൻസ് വർത്താനം പറയണം. സ്പൈ ആണല്ലേ കുട്ടി സ്പൈ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.